നമുക്കിതൊരു 95,000 രൂപ ഫൈനൽ കിട്ടിയ കൊടുക്കാം. 95 രൂപ. 2016 ഒമിനിയാണ്, തേർഡ് ഓണറാണ്, 5 സീറ്റ് വണ്ടിയാണ്, ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്, വണ്ടിയും കണ്ടീഷനാണ്. എങ്ങനെയാ പ്രൈസ്? നമുക്കിതൊരു 59,000 രൂപ ഫൈനൽ കൊടുക്കാം. 28 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. 13 സിംഗിൾ ഓണറാണ്, വെറും 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 13 നാനോ ടിസ്റ്റ് ആണ്. 2014 വണ്ടി. നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. പക്കയാണല്ലോ. വെറും 69,000 രൂപ കൊടുക്കാം. വീറ്റ് ഡീസൽ ആണ്, നല്ല വെറൈറ്റി കളറാണ്. വീറ്റ് ഡീസൽ എന്ന് വന്നിട്ട് കുറെ നാളായി. 2017 ജനുവരി വണ്ടിയാണ്. സിംഗിൾ ഓണറേ ആയിട്ടുള്ളൂ. BMW X1 അല്ലേ? അതെ അതെ. 2012 വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകുമാർ. ഞാനിപ്പോൾ ഉള്ളത് ബെസ്റ്റ് ചോയ്സിലാണ്. ഇവിടെ സ്റ്റോക്കൊക്കെ മാറി ഒരുപാട് ബഡ്ജറ്റ് കാറുകളുടെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. ലോ ബഡ്ജറ്റ് കാറുകളുടെ ഏറ്റവും വലിയ കളക്ഷനുള്ള സ്ഥാപനമുണ്ട് ട്രിവാൻഡ്രം ജില്ലയിൽ. എനിക്ക് ഇത്രയും ലോ ബഡ്ജറ്റ് കാർസ് വേറെ ഉണ്ടാവുന്നൊന്നുമില്ല. അപ്പോൾ ലൊക്കേഷൻ തിരുവനന്തപുരം കാട്ടാക്കട കിളി. നമ്മുടെ അടുത്ത് ജെറിംബ്രോയുടെ വീട്ടിലോട്ട് സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പം പുള്ളി ഇപ്പോൾ കിട്ടുന്നില്ല. പുള്ളി ഇപ്പം ചാരിറ്റിയുടെ പുറകിൽ നടക്കുന്നുണ്ട്. ഇപ്പം ബിസിയാണ് പുള്ളി. സ്വന്തമായിട്ടൊരു ചാരിറ്റി ട്രസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? ഇതിൻ്റെ പേര് കെയർ ഹഗ്. പുരുളിൽ കാട്ടാക്കട പുരുളിൽ ആസ്തമായിട്ട് പുള്ളി ഇപ്പം ചാരിറ്റബിൾ ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബ്രോ, അപ്പം ഇത് പണ്ടേ ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? ഇപ്പം ട്രസ്റ്റായിട്ട് ഇപ്പോൾ രൂപപ്പെടുത്തുന്നുള്ളൂ അല്ലേ? രജിസ്റ്റേർഡ് ആയിട്ട്. ഓക്കെ. വണ്ടികൾ ലോ ബഡ്ജറ്റ് ഒരുപാട് വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ലോൺ സ്റ്റാർട്ട് ചെയ്ത് 2010 മുതൽ. അപ്പം അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നേരെ വരിക. ഫസ്റ്റ് വണ്ടി നമുക്കൊരു എസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? 2007 മോഡലാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ. വണ്ടി മെക്കാനിക് സൈഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം ഹൈറ്റ് ഉള്ള വണ്ടിയാണ്. 1.2 ലിറ്റർ ആണ്. 27 പേപ്പർ ഉണ്ടല്ലേ? അതെ അതെ. AC ഒക്കെ വർക്ക് ചെയ്യോ? AC എല്ലാം വർക്കിംഗ് ആണ്. മെക്കാനിക് സൈഡും കൊള്ളാം. ഓക്കെ. ചെറിയ പെയിന്റിംഗ് ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ നമുക്ക് വളരെ കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കാം. എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമില്ല, പക്കയാണല്ലോ. എങ്ങനെയാ പ്രൈസ്? വെറും 69,000 രൂപ കൊടുക്കാം. 69 രൂപ. 2007 എസ്റ്റിലോ 69,000 രൂപ. ഓക്കെ. എങ്ങനെയാ ഡീറ്റെയിൽസ്? 98 മോഡലാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഈ അടുത്ത സമയത്ത് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി വന്നിട്ടില്ല. മെക്കാനിക് സൈഡ് ആയാലും ഇന്റീരിയർ ആയാലും നീറ്റാണ്. AC പോലും വർക്കിംഗ് ആണ്. കാർബറേറ്റർ ആണ്. പോരാത്തതിന് 28 വരെ പേപ്പറും ഉണ്ട് വണ്ടി. 28 പേപ്പർ ഉണ്ടല്ലേ? സെന്നൊക്കെ ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നുണ്ട്. നമുക്ക് നല്ല വണ്ടി കൊടുക്കാനില്ല, കിട്ടാത്തതുകൊണ്ടാണ് എടുക്കാത്തത്. പക്ഷേ ഈ അടുത്ത സമയത്ത് നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. ടയർ കണ്ടീഷൻ കൊള്ളാം, മെക്കാനിക് കണ്ടീഷൻ കൊള്ളാം, AC ഓക്കെ ആണ്. 80% ടയർ ഉണ്ടല്ലേ? ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. വണ്ടിയും കണ്ടീഷനാണ്. എങ്ങനെയാ പ്രൈസ്? നമുക്കിതൊരു 59,000 രൂപ ഫൈനൽ കൊടുക്കാം. 28 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. കണ്ടീഷനാണ്. ആൾട്ടോ 2013 സിംഗിൾ ഓണറാണ്, വെറും 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 13 ഫിനാൻസ് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ. സർവീസ് എങ്ങനെ? പുറത്താണോ കമ്പനി സർവീസ്? കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? വേറെ ഒന്നുമില്ല. ഓക്കെ. ഇതിന്റെ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ്. ഓക്കെ. അതിനകത്ത് AC പോസ്റ്റും 2 ഡോർ പവർ ഉണ്ട് അല്ലേ? അതെ അതെ. 45,000 ജെന്യൂൻ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണറേ ആയിട്ടുള്ളൂ. ഓക്കെ. വേറെ മേജർ കാര്യങ്ങളൊന്നുമില്ല, വർക്കിംഗ് ആണല്ലോ? അതെ അതെ. പ്രൈസ് എങ്ങനെയാണ്? നമുക്ക് 1,79,000 കൊടുക്കാം. ഫിനാൻസ് കിട്ടും. ഏകദേശം ഒരു 1,30 വരെ ലോണും കിട്ടും. ഒരു 40 രൂപയ്ക്കകത്തുണ്ടെങ്കിൽ ലോൺ വണ്ടി എടുക്കാം. വാഗണർ 2007 ആണ്. തേർഡ് ഓണറാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വണ്ടി വാഗണർ ഈ ടൈപ്പ് കുറവാണ് നമ്മുടെ ഇപ്പോൾ. വണ്ടി ഒരു 4-5 വണ്ടി കിടന്നു, എല്ലാ വണ്ടിയും പോയി. 2007 ആണ്. 27 പേപ്പർ ഉണ്ടല്ലേ? അതെ അതെ. ഓണർഷിപ്പ് ഒക്കെ എത്രയായി? ഓണർഷിപ്പ് തേർഡ് ഓണറാണ്. പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വരുന്നുണ്ട്. റെഡി ക്യാഷ് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ. വണ്ടി മെക്കാനിക് സൈഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം. ഫ്രണ്ടിൽ കൊള്ളാം, ബാക്ക് ആവറേജ് ആണ്. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ബ്രോ? ഇല്ല. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ, കുഴപ്പമില്ല. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ. AC വർക്കിംഗ് ആണല്ലോ? AC വർക്കിംഗ് ആണ്. ഓക്കെ. 2007 വാഗണർ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്കിതൊരു 95,000 രൂപ ഫൈനൽ കിട്ടിയ കൊടുക്കാം. 95 രൂപ. നെക്സ്റ്റ് ഇനോവ എങ്ങനെയാണ്? 2006 ഇനോവയാണ്. ആവറേജ് ക്വാളിറ്റി ആണ്. ആവറേജ് ആണല്ലേ? ഓക്കെ. ബോഡിയൊക്കെ ഒരു ആവറേജ് ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത് കേട്ടോ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് ബ്രോ? എഞ്ചിൻ കണ്ടീഷനൊക്കെ കൊള്ളാം. മെക്കാനിക് കണ്ടീഷനൊക്കെ ഓക്കെ ആണ്. ബോഡി ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലേ? വണ്ടി അത്യാവശ്യം ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. ആണോ? അപ്പോൾ ആവറേജ് വണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്കിത് 2,75 എക്സ്പെക്ട് ചെയ്യുന്നത്. നെഗോഷ്യബിൾ ആണ്. പാർട്ടിയുടെ വണ്ടിയാണ്. നമുക്ക് സംസാരിക്കാം. 2020 കിഡാണ്. മോഡലുള്ള വണ്ടിയാണ്. വെറും 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 45,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ. കിഡ് ട്രിവാൻഡ്രം വണ്ടിയാണ്. വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. RXL ആണ് വേരിയന്റ്. ടയർ 4 പുത്തൻ ടയർ ഉണ്ട് കേട്ടോ.
4 പുത്തൻ ടയർ അല്ലേ? 4 പുത്തൻ ടയർ. വേറെ മേജർ റീപ്ലേസ്മെന്റ് കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വണ്ടി നീറ്റാണ്, ലോ കിലോമീറ്റർ ആണ്. നമുക്ക് മാക്സിമം ഫിനാൻസും കിട്ടുന്ന വണ്ടിയാണ്. ഏകദേശം 2.25-2.5 രൂപയ്ക്ക് മേളിൽ ലോണും കിട്ടും. ഓക്കെ, അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 2 പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്, സിംഗിൾ എയർ ബാഗും വരുന്നുണ്ട്, 2 പവറിന്റെ വരുന്നുണ്ട് അല്ലേ? അതെ. അപ്പോൾ കിഡ് 42,000 കിലോമീറ്റർ ഓടി വണ്ടി അല്ലേ? അതെ അതെ. അപ്പോൾ എങ്ങനെ ഇതിന്റെ പ്രൈസ്? നമുക്കിതൊരു 3.10 കിട്ടിയ ഫൈനൽ കൊടുക്കാം. 3.10. ഏകദേശം 2.25 വരെ ലോണും കിട്ടും. ചിലപ്പോൾ 3 കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രൊഫൈൽ പോലെ ഇരിക്കും. 2020 വണ്ടി. ഓക്കെ, ഞാനോ ടിസ്റ്റാണ്. 2014 വണ്ടി. നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ഓക്കെ, വണ്ടി നിർത്തിയിരിപ്പുണ്ടല്ലേ? അതെ. ഓക്കെ, ടിസ്റ്റാണ്. ടയർ കണ്ടീഷൻ 60% ടയർ ഉണ്ട് കേട്ടോ. അതെ. ഓക്കെ, ടിസ്റ്റ് ആകുമ്പോൾ AC പവർ സ്റ്റിയറിംഗും 2 പവറിൻ്റെ വരും അല്ലേ? അതെ അതെ. ഇൻബിൽറ്റ് സ്റ്റീരിയോ. ഓക്കെ, എല്ലാം വർക്കിംഗ് ആണല്ലോ ബ്രോ? എല്ലാം വർക്കിംഗ് ആണ്. വണ്ടി കാണാൻ വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ഓക്കെ ആണല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ ടാറ്റ നോക്കുന്നവർക്ക് നോക്കാം. വൃത്തിയൊക്കെ ബോഡിയൊക്കെ വൃത്തി. 14 29 വരെ പേപ്പറും വരുന്നുണ്ട്. നിലവിൽ വണ്ടി ഓക്കെയാണ്. മെക്കാനിക് സൈഡ് ഓക്കെയാണ്. ഫസ്റ്റ് ടെസ്റ്റ് വരാൻ പോകണല്ലോ. 29 ടെസ്റ്റ് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്കൊരു 85 രൂപ ഫൈനൽ കിട്ടിയാൽ കൊടുക്കാം. 85 രൂപ. ഓക്കെ. സാൻഡ്രോ 2007 ആണ്. ഓക്കെ, സെക്കൻഡ് ഓണറാണ്. നല്ല ക്വാളിറ്റിയുള്ള പവർ സ്റ്റിയറിംഗ് AC എല്ലാം വരുന്ന വണ്ടിയാണ്. 27 പേപ്പർ വരുന്നുണ്ടല്ലേ? അതെ അതെ. ഓക്കെ, 2007. ടയർ കണ്ടീഷൻ കൂട്ടാണ്. ഫ്രണ്ട് ആവറേജ് ആണ്, ബാക്ക് ഓക്കെയാണ്. ഓക്കെ, വേറെ ബോഡിയൊക്കെ നീറ്റാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബ്രോ? വേറെ ഒരു വിഷയമില്ല. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണല്ലോ. ഓക്കെ, സീറ്റ് ഫാബ്രിക് ആണ്. ഇതിനകത്ത് 2 പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെ പ്രൈസ്? ഇത് നമുക്ക് ഫൈനൽ 75,000 രൂപ കൊടുക്കാം. 75,000. ആ. സാൻഡ്രോ 2008 മോഡലാണ്. 3rd ഓണറാണ് വണ്ടി. ഓക്കെ, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ, കിലോമീറ്റർ 2008 അല്ലേ കിലോമീറ്റർ? വണ്ടി ബോഡിയൊക്കെ ഉള്ള, ടയർ കണ്ടീഷനും ഗുഡാണ്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് ബ്രോ? എഞ്ചിൻ കണ്ടീഷൻ, മെക്കാനിക് സൈഡ്, AC എല്ലാം വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്. ഓക്കെ, പേപ്പർ 28 വരെ വരും? അതെ, 28 വരെ വരുന്നുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഉണ്ട്. ഓക്കെ, AC എല്ലാം വർക്കിംഗ് ആണല്ലോ അല്ലേ? അതെ. ACയും പവർ സ്റ്റിയറിംഗോ? AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്കിതൊരു 79,000 രൂപ ഫൈനൽ കിട്ടിയാൽ കൊടുക്കാം. 79 രൂപ. 2008-28 വരെ പേപ്പറുള്ള വണ്ടി. അപ്പം നെക്സ്റ്റ് ബീറ്റ് ഡീസലാണ്. നല്ല വെറൈറ്റി കളറാണ്. ബീറ്റ് ഡീസൽ എന്ന് വന്നിട്ട് കുറേ നാളായി. കസ്റ്റമർ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ബീറ്റിന്. ഓക്കെ, മോഡൽ ഓണർഷിപ്പ് കിലോമീറ്റർ 2012 ആണ്. 3rd ഓണറാണ് വണ്ടി. ഓക്കെ, കിലോമീറ്റർ 1 ഓടിയുള്ളൂ. കണ്ടീഷൻ എങ്ങനെയുണ്ട് ബ്രോ? കണ്ടീഷൻ സൂപ്പർ ആണ് വണ്ടി. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെ ആണല്ലോ? AC ഒക്കെ വർക്ക് ചെയ്യുമോ? AC എല്ലാം വർക്കിംഗ്. സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. 4 പവറിൻ്റെ ഒക്കെ വരുന്നുണ്ടല്ലേ? അതെ, വേറെ ടോപ്പ് ടോപ്പാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്കിതൊരു 89,000 രൂപ ഫൈനൽ കൊടുക്കാം. 89. 2012 ഡീസൽ. ഓക്കെ, അപ്പോൾ അടുത്ത് ഒമിനി 2016 ഒമിനിയാണ്. 3rd ഓണറാണ്. 5 സീറ്റ് വണ്ടിയാണ്. ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ, 2017 വണ്ടി ബോഡിയൊക്കെ നീറ്റാണ്. ടയർ കണ്ടീഷൻ പുത്തനാണ് കേട്ടോ. കുറേ വണ്ടി കണ്ടീഷൻ പക്കയാണല്ലോ അല്ലേ? വണ്ടി പക്കയാണല്ലോ. അതെ അതെ. ഓക്കെ, സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിലും സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് 87,000 കിലോമീറ്ററാണ് കാണിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? 2017 ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 2016 വണ്ടി. 16. 3rd ഓണറുമാണ്. അപ്പോൾ ഇതിന് പ്രൈസ് എങ്ങനെ വരുന്നത്? 189 കൊടുക്കാം. 189. ഏകദേശം ഒരു 1,000 രൂപ ലോൺ കിട്ടും. ഒരു 40,000 രൂപ അടച്ചാൽ വണ്ടി എടുക്കാം. ഓക്കെ. നെക്സ്റ്റ് ഓൾട്ടോ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2012 ആണ്. സിംഗിൾ ഓണറാണ്. 55,000 കിലോമീറ്റർ ഓടിയ സാധാ ഓൾട്ടോ LXi. 12 മോഡലാണ്. 27 ലാസ്റ്റ് വരെ പേപ്പർ വരുന്ന വണ്ടിയാണ്. ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. LXi ആണല്ലോ? LXi ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? സിംഗിൾ ആണ്. വെറും 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയർ എന്നാലും മുത്തൻ ടയർ ഉണ്ടല്ലേ? ലോ കിലോമീറ്റർ ആണ്. വുഡിയർ ടയർ കിടപ്പുണ്ട് എന്നാലും. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പും ആണ്. സീറ്റ് ഫാബ്രിക് ആണ്. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് 2 പവറിൻ്റെ അല്ലേ? അതെ അതെ. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയായിരിക്കുമല്ലോ? നീറ്റാണ്. കിലോമീറ്റർ അത്രയിലേ ആയിട്ടുള്ളൂ. അപ്പം 27,000 പേപ്പർ ടെസ്റ്റ് വരുന്നുള്ളൂ. ഫിനാൻസും കൊടുക്കാം. നമുക്ക് ഏകദേശം 1-1.20 വരെ ലോണും കൊടുക്കാൻ പറ്റും. വില എങ്ങനെയായിരുന്നു? നമുക്ക് 1,39,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,39,000 കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് ഒരു 19-15 രൂപ കണ്ട് എടുക്കാം. എടുക്കാം. ലോഡ്ജി എങ്ങനെയാണ്? 2017 ജനുവരി വണ്ടിയാണ്. സിംഗിൾ ഓണറേ ആയിട്ടുള്ളൂ. ക്വാളിറ്റി ഉള്ള വണ്ടി. ഡീസൽ അല്ലേ? അതെ അതെ. ഓക്കെ, കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ലോഡ്ജ് കേൾസുറവൻ ട്രിവാൻഡ്രം വണ്ടിയാണ് കേട്ടോ. നീറ്റ് എടുപ്പുണ്ട്. ബോഡിയൊക്കെ നീറ്റാണ്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? കേട്ടില്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. പക്കാ വണ്ടി. വെറും 40,000 കിലോമീറ്റർ ജെനുവിൻ കമ്പനി സർവീസ് വണ്ടി. ഓക്കെ, ഇതിൻ്റെ സീറ്റ് ഫാബ്രിക് ആണ്. റൂഫ് AC വരുന്നുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. സീറ്റ് മൗണ്ട് കൺട്രോൾസ് വരുന്നില്ല. ഓക്കെ, എയർ ബാഗ് വരുന്നുണ്ട്. 4 പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ ഇന്ന് വരുന്നുണ്ട്.
ഓക്കെ. അപ്പം ലോഡ്ജിയുടെ മൈലേജ് എന്തായാലും ഒരു 15 റേഞ്ച് കിട്ടത്തില്ലേ? ആ, ഉറപ്പായിട്ട് കിട്ടും. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്കൊരു 4000 രൂപ കൊടുക്കാം, ലോണും കിട്ടും. ഏകദേശം 4 മുതൽ 4000 രൂപ വരെ ഫുൾ ലോണും കിട്ടാൻ സാധ്യതയുള്ള വണ്ടിയാണ്. ബ്രസ 2021 പെട്രോൾ ആണ്, ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്, ZXi ആണ്. ആ, ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിളേ ആയിട്ടുള്ളൂ. 85 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 80,000 കിലോമീറ്റർ അല്ലേ? കമ്പനി സർവീസും ആണ് വണ്ടി. കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല. വിറ്റാര ബ്രസ നീറ്റാണ് കേട്ടോ, ബോഡിയൊക്കെ നീറ്റായി കുഴപ്പമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അലോയ്സ് വരുന്നുണ്ട്, എയർ കണ്ടീഷൻ 60% ടയറുണ്ട്. ഓക്കെ. കീല സെൻറ്റർ, പുഷ് സ്റ്റാർട്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, എയർ ബാഗ്, ABS, പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട് അല്ലേ? എല്ലാം വരുന്നുണ്ട്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്, ഏകദേശം ഫിനാൻസും കിട്ടുന്ന വണ്ടിയാണ്. എങ്ങനെയാണ് പ്രൈസ്? നമുക്കിതൊരു 7,99,000 രൂപ കൊടുക്കാം. ഓക്കെ. ഫിനാൻസ് എത്ര ആയിട്ടും? 7,000 രൂപ ലോണും കിട്ടും. ശരി. അപ്പോൾ നെക്സ്റ്റ് BMW X1 അല്ലേ? ആ, അതെ അതെ. എങ്ങനെയാണ്? 2012 വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്? ആ, ഓക്കെ. ഡീസൽ അല്ലേ? അതെ അതെ. ഓക്കെ. 2012 ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? കേട്ടില്ല. കിലോമീറ്ററോ? കിലോമീറ്റർ 210 ഓടി. ഓക്കെ. ഓക്കെ. വേറെ മേജർ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ നീറ്റാണ് കേട്ടോ, സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, മെയിൻറ്റൈൻഡ് ആണ്, നീറ്റ് ആയിരിപ്പുണ്ട്. ഓക്കെ. അപ്പം BMW X1 പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്കിതൊരു 680 കൊടുക്കാം. 680. ഓക്കെ. അപ്പോൾ ചെറുപ്പം വീഡിയോ അതിൻ്റെ അല്ലേ? നമ്മൾ വന്ന കുറേ സ്റ്റോക്കുകൾ കാണിച്ചിട്ടുണ്ട്, എല്ലാം കുറേ വണ്ടി കിടപ്പുണ്ടല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ആ.